കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക വഴിത്തിരിവ്. സാക്ഷി പറഞ്ഞ സ്ഥലങ്ങൾ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 6-ാം പോയിന്റിൽ 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പുരുഷന്റെ അസ്ഥിയാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന പരിശോധനയിൽ ആദ്യമായാണ് മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് സംഘവും ഫോറൻസിക് സംഘവും കൂടുതൽ പരിശോധനയ്ക്കായി അവശിഷ്ടങ്ങൾ ശേഖരിച്ചു. വിശദമായ ഫോറൻസിക് പരിശോധന നടത്തിയ ശേഷമേ വ്യക്തത വരികയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേത്രാവതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങളിൽ ആദ്യത്തെ പോയിന്റ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച സാക്ഷിയുടെ സാന്നിധ്യത്തിൽ കുഴിച്ചിരുന്നു. ജലപ്രവാഹം ഉണ്ടായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും റവന്യൂ വകുപ്പ് ജീവനക്കാരും JCB ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ചെങ്കിലും സ്ഥലത്തു നിന്നും അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായിരുന്നില്ല. 16 വർഷത്തിനിടെ അരങ്ങേറിയ ക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വിവരങ്ങൾ ഈ മാസം ആദ്യമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. 1998-2014 കാലഘട്ടത്തിലാണ് ബലാത്സംഗങ്ങൾ അരങ്ങേറിയത്. ഇരകളായവരിൽ സ്കൂൾ വിദ്യാർത്ഥിനികളും ഉൾപ്പെടുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. ഇരകളുടെ മൃതദേഹങ്ങൾ പുറംലോകം അറിയാതെ കുഴിച്ചുമൂടാൻ താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നും ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്നു. ജോലി ചെയ്തിരുന്ന കാലത്ത് തന്നെ ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിക്കാനും പരാതി പറയാനും തയ്യാറായിരുന്നുവെങ്കിലും കടുത്ത ഭീഷണിയും മർദ്ദനവും കാരണം ഭയന്ന് പിന്മാറിയിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ സമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത്. കുറ്റബോധം തോന്നുകയും ഇരകൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹത്തിലുമാണ് 1 പതിറ്റാണ്ടിന് ശേഷം ഇയാൾ പോലീസിനെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.